ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടിംഗ് യന്ത്രങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങൾ രാജ്യമെമ്പാടും നടക്കുമ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടക ഒരു വലിയ മാറ്റത്തിന് തുടക്കമിടുകയാണ്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾക്ക്, അതായത് EVM-ന് പകരം ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിക്കാൻ കർണാടക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു കഴിഞ്ഞു. വരാനിരിക്കുന്ന മെയ് മാസത്തിൽ നടക്കുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലായിരിക്കും ഈ മാറ്റം നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ഇത് കേവലം ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ജില്ലാ, താലൂക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ബാലറ്റ് പേപ്പർ തന്നെ ഉപയോഗിക്കാനാണ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ബംഗളൂരുവിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ GS സംഗ്രേഷി വ്യക്തമാക്കിയത് നിലവിലെ സാഹചര്യത്തിൽ ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് ചർച്ചകൾക്ക് ശേഷം കമ്മീഷന് ബോധ്യപ്പെട്ടു എന്നാണ്. EVM-കളോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യതയിൽ പലയിടത്തും ഇടിവ് സംഭവിക്കുന്നു എന്ന ഗൗരവകരമായ നിരീക്ഷണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ EVM-ന് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിക്കണമെന്ന് കമ്മീഷനോട് ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ ഈ തീരുമാനം സർക്കാരിന്റെ സമ്മർദ്ദം മൂലമാണോ എന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണെന്നും നിയമം അനുവദിക്കുന്ന വിവേചനാധികാരം ഉപയോഗിച്ചാണ് ഈ തീരുമാനമെടുത്തതെന്നുമാണ് കമ്മീഷണർ മറുപടി നൽകിയത്. ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങുന്നത് പഴയ കാലത്തേക്ക് പോകലല്ല എന്നും കമ്മീഷൻ അടിവരയിട്ട് പറയുന്നുണ്ട്. അമേരിക്കയെ പോലുള്ള വികസിത രാജ്യങ്ങൾ ഇന്നും ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുന്നുണ്ടെന്ന വസ്തുത അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒഴികെയുള്ളവയിൽ EVM നിർബന്ധമല്ലെന്ന സുപ്രീം കോടതി വിധികൾ കമ്മീഷൻ ഇതിനായി ഉയർത്തിക്കാട്ടുന്നുണ്ട്. 2015-ൽ ബംഗളൂരുവിൽ EVM ഉപയോഗിച്ചിരുന്നുവെങ്കിലും പുതിയ സാഹചര്യത്തിൽ ബാലറ്റ് പേപ്പറിലൂടെ സുതാര്യത ഉറപ്പാക്കാനാണ് ശ്രമം. ജൂൺ 30-നകം ബംഗളൂരുവിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശവുമുണ്ട്. അതുകൊണ്ട് തന്നെ മെയ് 25-ന് ശേഷം SSLC, PUC പരീക്ഷകൾ കൂടി കഴിഞ്ഞാലുടൻ വോട്ടെടുപ്പ് നടക്കും. അതുപോലെ ബംഗളൂരുവിന്റെ ഭരണ സംവിധാനത്തിൽ വന്ന വലിയ മാറ്റങ്ങളും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ബൃഹത് ബംഗളൂരു മഹാനഗരപാലികയെ, അതായത് BBMP, വിഭജിച്ച് ഇപ്പോൾ ഗ്രേറ്റർ ബംഗളൂരു അതോറിറ്റിയുടെ, അതായത് GBA-യുടെ കീഴിൽ 5 പുതിയ കോർപ്പറേഷനുകളാണ് രൂപീകരിക്കുന്നത്. സെൻട്രൽ, ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് എന്നിങ്ങനെയാണ് ഈ 5 കോർപ്പറേഷനുകൾ. 2020 മുതൽ ബംഗളൂരുവിൽ ജനപ്രതിനിധികൾ ഇല്ലാതെ അഡ്മിനിസ്ട്രേഷൻ ഭരണമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലെ പ്രധാനവുമാണ്. ഏകദേശം 369 വാർഡുകളിലായി 88 ലക്ഷത്തിലധികം വോട്ടർമാരാണ് ഈ വമ്പൻ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 45 ലക്ഷത്തിലധികം പുരുഷന്മാരും 43 ലക്ഷത്തിലധികം സ്ത്രീകളുമുണ്ട്. ബംഗളൂരു വെസ്റ്റ് കോർപ്പറേഷനിലെ ഒരു വാർഡിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. ഏകദേശം 1/2 ലക്ഷത്തോളം പേർ അവിടെയുണ്ട്. ഇത്രയധികം വോട്ടർമാരുള്ള ഒരു വലിയ നഗരത്തിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സുരക്ഷയുടെ കാര്യത്തിൽ കമ്മീഷൻ വലിയ ഉറപ്പുകളും നൽകുന്നുണ്ട്. കള്ളവോട്ട് തടയാനും ക്രമസമാധാനം ഉറപ്പാക്കാനും എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ് ക്യാമറകളും CCTV ക്യാമറകളും സ്ഥാപിക്കും. ഇതിനായി വലിയൊരു പോലീസ് സന്നാഹത്തെ തന്നെ വിന്യസിക്കാനാണ് തീരുമാനം. വോട്ടർ പട്ടിക പുതുക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ സജീവമായി നടക്കുകയാണ്. ജനുവരി 20 മുതൽ ഫെബ്രുവരി 3 വരെ BLOമാർ വീടുകൾ സന്ദർശിച്ച് പരാതികളും ആക്ഷേപങ്ങളും സ്വീകരിക്കും. മാർച്ച് 16-ഓടെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം കൂടുതൽ വ്യക്തമാകും. ചുരുക്കത്തിൽ EVM-കളെ കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിൽ കർണാടകയുടെ ഈ തീരുമാനം വലിയൊരു ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ്. സ്വതന്ത്രമായ വിവേചനാധികാരം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത ഈ തീരുമാനം വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും നടപ്പിലാക്കാൻ പോകുന്നതോടെ കർണാടകയുടെ തദ്ദേശ ഭരണ രംഗം പൂർണ്ണമായും ബാലറ്റ് പേപ്പറിലേക്ക് മാറുകയാണ്. സുതാര്യതയും ജനങ്ങളുടെ ആത്മവിശ്വാസവും ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഈ പരീക്ഷണം വിജയിച്ചാൽ അത് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കും വലിയൊരു മാതൃകയായി മാറും. വരാനിരിക്കുന്ന മെയ് മാസം കർണാടകയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിന്റെ പുതിയൊരു പരീക്ഷണശാലയായി മാറാൻ പോവുകയാണ്.